അനുഗ്രഹ പ്രാർത്ഥന. കർത്താവേ, നിന്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയുടെ നീ കാരുണ്യം കാണിക്കണമേ. നിന്റെ വിശുദ്ധമായ തിരുരത്വത്തെ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കള് നിന്റെ നാമത്തിന് ആശ്രയം അർപ്പിച്ചുകൊണ്ട് നിന്നെ നാഥൻ രക്ഷകനായി ഏറ്റുപറയുന്ന മക്കള് ഈ സമയം കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്റെ തിരുമുറവാർന്ന വലതുകരം മക്കളുടെ ശിരസ്സിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആരെല്ലാം എന്തെല്ലാം വേദനകൾ കൊണ്ട് ഈ വിഷയത്തിൽ ഈ സമയത്തെ ഹൃദയഭാരമുള്ളതാക്കുന്നുവോ ആ വിഷയങ്ങളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കല്യാണവേദിയിൽ ജീവിത സാഹചര്യത്തിൻ്റെ ഭൗതിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് അത് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ തിരുസേനയെ കൊണ്ടുവന്നതുപോലെ ആരെല്ലാം ഇപ്പോഴെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥന വ്യാപരിക്കുന്ന അവരുടെ ജീവിത ഭൗതിക അവസ്ഥകളെ പരിശുദ്ധമ്മ ദേവമാതാവേ, ഈശോയുടെ തിരുസേനയെത്തി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ്, നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഞങ്ങളുടെ ഓരോ മക്കളും ഇന്ന് ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളും ഉദ്യമങ്ങളും അത്യുത്സാഹപരമായി ചെയ്യുവാൻ അങ്ങയുടെ തിരുമുറവാർന്ന വലതുകരത്തിൻ്റെ പ്രത്യേക വിശേഷവിദ്യ അഭിഷേകത്താൽ മക്കളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് കണ്ടുമുട്ടുന്ന പഠിക്കുന്ന പാഠങ്ങൾ, എഴുതുന്ന പരീക്ഷകൾ, ഒപ്പിടുന്ന രേഖകൾ എല്ലാം കർത്താവിൻ്റെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ്, ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി തിമിർക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരിക്കുകയും ഞങ്ങളെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് മുഴുക്കിടത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ തിരുവാല മുറിവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഗെത്സെമൻ്റെ തിരുവീഥികളിലൂടെ ജെറുസലേമിൻ്റെ തിരുവീഥികളിലൂടെ മുൾക്കിടം ചൂടിക്കൊണ്ട് ഒരു ചോരപങ്കില്ല നടന്നു പോയ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതിരുന്ന നിമിഷത്തെ ഓർത്തുകൊണ്ടും നിന്നെ ഓർത്തുപോലെ ജീവിക്കാനും പറ്റാത്ത അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോഴും മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങളുടെ കരുണ കാണിക്കണമേ. കർത്താവേ, ശത്രുക്കൾ ഉഴുതു മറിച്ചതിൻ്റെ മുതുകിലാണല്ലോ എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്ന കർത്താവേ, അതേ ദൈവസ്നേഹത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവെ വേദനിക്കുവാനോ അബാൻഡൻ ചെയ്യാനോ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ വിൽ നോട്ട് അബാൻഡൻ യു ഫോർ അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞു കർത്താവെ, ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്കൊരു യോഗ്യതയില്ലെങ്കിലും കർത്താവെ, ഒരു യോഗ്യതയുമില്ലാത്ത മക്കളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു. അതിജീവനത്തിനായി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രൈസ്റ്റിനെ ഹോണർ ചെയ്ത് ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സമാധാനം എവിടെയാണോ ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ, സമാധാനം സുസ്ഥാപിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഈശോയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും
ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് ശിരസ് സംബന്ധമായ, ശിരസ് എന്ന് പറഞ്ഞ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ കേന്ദ്രം, ശിരാകേന്ദ്രം എന്ന് പറയുന്നത് ശിരസ്സാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് ശിരസിനെ കുറിച്ച് ബൈബിളും പറയുന്നത് ശിരസ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും വലിയ അവയവം എന്നാണ്. ശിരസിനെ കുറിച്ച് 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് ഞാൻ ആ വിഷയം പറയത്തില്ല, വേറൊരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് വായിക്കുന്നത്. നമ്മുടെ എഫെസ്യസ് 4:15 പ്രസ്തുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക്. ക്രിസ്തു ആരാണ്? ശിരസ്സാണ്. ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് നമ്മൾ വളരേണ്ടത്, വളർച്ച പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഇതിനോട് ബന്ധപ്പെട്ടൊരു വചനം കൂടിയുണ്ട് എഫെസ്യസ് 5:23. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. അതായത് ക്രിസ്തുവിനെ ശിരസ്സായിട്ടാണ്, സഭയുടെ ശിരസ്സാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യം വെച്ചാൽ, പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളിലൊന്ന് ഇപ്പോൾ ഉടമ്പടി. ഇന്ന് എല്ലാ മനുഷ്യരും, എല്ലാ വിധത്തിലുള്ള മനുഷ്യരും ഉടമ്പടി എടുക്കുന്നുണ്ട്. പക്ഷെ ഉടമ്പടിയുടെ ശിരസ് എന്താ നിങ്ങൾക്കറിയാവോ? ഉടമ്പടിയുടെ ശിരസ് ക്രിസ്തുവാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, അതാണ് ഉടമ്പടിയിലെ ആദ്യത്തെ ദൈവസ്നേഹ പ്രവർത്തനം. പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? ഇപ്പം നമ്മുടെ എല്ലാ ഉപവിപ്രവർത്തനങ്ങളെക്കാളും വലുതാണ് ക്രിസ്തുവിനെ കൈമാറുന്നതെന്ന് പറയുന്നത്. അതായത് അത് കൈമാറ്റം ആണ് ഇതിൻ്റെ തലയെന്ന് പറയുന്നത്, ശിരസ്സെന്ന് പറയണത്. ഉടമ്പടിയുടെ ശിരസ്സെന്ന് പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു ശിരസ്സുണ്ട്, സഭയ്ക്കൊരു ശിരസ്സുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്കാണ് എല്ലാവരും വളരണത്. ആത്മീയ വളർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദൈവാനുഗ്രഹത്തിൽ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് തിന്ന് കൊഴുക്കുക, മതിച്ച് ചീർക്കുക എന്നുള്ളതല്ല അർത്ഥം. ക്രിസ്തുവിലേക്ക് വളരുക എന്ന അർത്ഥം. അപ്പോൾ അതാണ് സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കൽ. അപ്പോൾ ശിരസ്സെന്ന് പറയണത്, ഇപ്പം ഉടമ്പടിയുടെ ശിരസ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് ഈ കാരുണ്യ പ്രവർത്തികളെന്ന് പറയണത്. അതിൻ്റെ കൈകൾ വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ഇത് നിൽക്കുന്ന കാലുകളെന്ന് പറയണത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ നമ്മൾ സാക്ഷികളായി ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൽ മാത്രമല്ല, ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അമ്മയുടെ സന്ദേശത്തിന് കൂടി സാക്ഷികളായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പടിപടിയായി ഉടമ്പടി ജീവിച്ച് സുവിശേഷത്തിൻ്റെ മുന്നേറ്റം നടത്തി ക്രിസ്തുവാകുന്ന ശിരസിലേക്ക് വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ദൈവമാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വിഷയമായിട്ട് ആനുപാതികമല്ല. അതാ പ്രശ്നം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടുവന്നതെന്നറിയാം, ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാർ നിലനിർത്താനുണ്ട്. ഒക്കുമായിരിക്കും അല്ലേ? ചിലക്ക് കൃപാസനം മാതാവിൽ അനുഭവമില്ലാത്തത് കൊണ്ട് വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം. ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല. അവർ ചിന്തിക്കണം, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ? അവർ തന്നെ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വലിയ മഹാസംഭവമാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ, ഈ സന്ത്രാസമൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയാം, സാക്ഷ്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഒരു ധ്യാനകേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രശ്നം അല്ലത്, അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10-8 സൂചി കാണിച്ച് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് 2004 പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം. അതാണ് അതിനു വേണ്ടിയാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. ഉടമ്പടി തന്നതിൻ്റെ കാരണം ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷീകരണം നടക്കുന്നു. അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം 2015 ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാമത്തെ വർഷത്തിൽ, അത് 10ാം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ഇല്ലായിരുന്നു. കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് പഞ്ഞമില്ലായിരുന്നു, ആൾക്കാർക്ക് കുറവില്ലായിരുന്നു, ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2015 ആദ്യമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടി. എന്താണ്? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി. അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയണത്. അത് ആൾക്കാർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ്? കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും. അപ്പോൾ കുടുംബം അതിനകത്തുണ്ടേ. അപ്പോൾ കുടുംബത്തെ ഓറിയൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അമ്മ ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ്. കുടുംബജീവിതം എന്ന് പറയണത് അതിനകത്ത് ജോലി, വീട്, വിവാഹം. നിങ്ങളവർക്കും എപ്പോഴും അവർക്ക് എന്താ എപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പറയണത് എന്താണ്? മാനുഷ്യമായ വിഷയങ്ങൾ തന്നെയാണ് പറയണത് എല്ലാം.
അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റാണ്. കാര്യം കുടുംബം തകർച്ച നേരിടുന്ന, ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. അപ്പം ഞാൻ ചരിച്ചത് ഉടനെ പിറ്റേ മാസമാണ് സുനാമി ഉണ്ടായത്. പിന്നെ ഉടനെ ചിക്കൻ ഗുനിയ ഉണ്ടായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു. പിന്നെ 2018 വന്നപ്പോൾ പ്രളയം വന്നു. 19 കോവിഡ് വന്നു. ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു. അപ്പം ഞാനും ആ ലെവലിലാണ് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത്. പക്ഷേ എന്നാലും പ്രാർത്ഥന തന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എന്നാണ് കിടക്കുന്നത്. ആ പ്രാർത്ഥനയിൽ 2015 ആ വെളിപാട് പ്രത്യക്ഷീകരണം, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ്. അപ്പോഴേ കുടുംബമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് ഞാൻ വിചാരിച്ചത് പ്രകൃതി ദുരന്തമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോഴെന്താ ഈശോ പറയണത്? പ്രകൃതി ദുരന്തം മാത്രമല്ല, ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിലല്ലേ? ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളുടെ ദുരന്തം സംഭവിച്ചാൽ പിന്നെ പ്രകൃതി സമാധാനമായിട്ടും കാര്യമില്ല. പിന്നെ കുടുംബം ദുരിതം അനുഭവിച്ചു. ഇപ്പം ചില ആൾക്കാർ വണ്ടി ഇടിച്ച് ചാകട്ടെ, അതിലും പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ല, കുഞ്ഞുങ്ങളും പോയി, എനിക്കാരുമില്ല, പിന്നെ ചത്താലെന്താ? മറ്റുള്ള ദുരന്തങ്ങളെല്ലാം ആൾക്കാർക്ക് സെക്കൻഡറിയാണ്. നമ്മളെന്തിനാണ് രോഗമില്ലാതിരിക്കണം? എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം. രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? എനിക്ക് ഒരമ്മ രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കണ്ണടയുന്നവരെ എൻ്റെ വരെ എങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം. കുടുംബമാണ് പ്രശ്നം. അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ദൈവികമായ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുടുംബത്തെയാണ്. ഈ കുടുംബം ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചീവ് ഇപ്പോഴാണ് നമുക്ക് തട്ടണത്. യൂറോപ്പൊക്കെ നേരത്തെ തകർന്നതിൻ്റെ കൂടെ പള്ളിയും തകർന്നു. കുടുംബം തകർന്നപ്പോൾ പള്ളിയും തകർന്നു. ഞാൻ ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവിടെ കരാട്ട പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ കുടുംബം തകർന്നു അവിടെ. അപ്പോൾ എന്ത് പക്ഷേ കഴിഞ്ഞാൽ കുടുംബം തകർന്ന് പള്ളി തകരും, അതുപോലെ തന്നെ സഭ തകരും, എല്ലാം തീരും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ കുടുംബത്തോടാണ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഡൈവേഴ്സുകാരും കോടതി കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കണത് എങ്ങനെയെങ്കിലും ഈ കാലമാടനിടയ്ക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ അധ്യത്വമാണ്, അവൾ പോയിട്ട് അവിടെ വേറെ ആൾക്കാരെ കമ്പനി അടിക്കുകയാണ്. അറിയാൻ പാടില്ലേ, ഇയാൾ സ്വന്തമായിട്ട് കൃതിക്കാൻ ഇവിടെ നാട്ടിലിരുന്നുകൊണ്ട് കൃതിക്കുകയാണ്. അവളുടെ ഡ്യൂട്ടി കൊണ്ട് ഭാരം കൊണ്ട് ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാഞ്ഞിട്ടല്ല, എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നാൽ മാത്രമേ അവരെന്തുമാത്രം പ്രഷർ, ടെൻഷൻ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ അകൽച്ച എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഈ വരാൻ പോണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അകൽച്ചയാണ്. ശരിക്കും നമ്മൾ കുടുംബത്തിൽ വരുമ്പോൾ ഒരു മിനിമം കാഷ്വാലിറ്റി നമുക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള കാരണവും താല്പര്യങ്ങളൊക്കെ വ്യക്തിപരമായത് കാരണം ചിലപ്പോൾ ചില ക്രാഷ് ഉണ്ടാകും. പക്ഷേ അത് 10%മാണുള്ളത്. പക്ഷെ അകന്നിരിക്കുമ്പോൾ ഉള്ള ക്രാഷ് ഒരു 50% വരെ ചെല്ലും. എന്താ കാര്യം? ഈ അകന്നിരിക്കുമ്പോഴുള്ള റിലേഷൻസ് മുഴുവൻ ഇക്കണോമിക് ഫൈനാൻസ് റിലേഷനാണ്. നോട്ട് ബോഡി റിലേഷൻ, നോട്ട് മെൻ്റൽ റിലേഷൻ. സ്കൈപ്പിലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബോറടിക്കത്തില്ലേ മനുഷ്യന്? എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് ബോറെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ അടിക്കും നമുക്കിട്ട് വന്ന്. നമ്മൾ തിരിച്ചടിക്കാൻ വല്ലതും പറ്റുമോ? ബോറിനിട്ട് അത് സഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത സമയം വരും. അപ്പോൾ എപ്പോഴും കടമാണ്, പണം വേണം, കടമാണ്, ശമ്പളം കിട്ടിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻസിൽ മുഴുവനും
ഫൈനാൻസ് റിലേഷനേ ഉണ്ടാകത്തുള്ളൂ. ഫൈനാൻസ് റിലേഷൻ. അപ്പോൾ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നത് എൻ്റെ കുടുംബക്കാർ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി എന്നൊരു കറവപ്പോശായിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. NRIയുടെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? അമ്മയും മക്കളും എപ്പോഴും പപ്പായും വിളിക്കും, മമ്മി വിളിക്കും, പിള്ളേർ വിളിക്കും, ചിടുങ്ങി വിളിക്കും, കിടുങ്ങി വിളിക്കും, കുടുങ്ങി വിളിക്കും. എന്തായാലും കാശാണ് പ്രശ്നം. അയാൾക്കറിയാമല്ലോ, അത് കുറേ അഭ്യാസമൊക്കെ അറിയാമല്ലോ. ഈ കിടുങ്ങി കുടുങ്ങിയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവസാനം കാശിലേ വന്ന് നിൽക്കത്തുള്ളൂ അറിയാം. പൂച്ചയെ എങ്ങനെ പിടിച്ചടഞ്ഞാലും 4 കാലേ വന്ന് നിൽക്കും. എന്ത് സംസാരമായാലും അവസാനം കാശിലേ വന്ന് നിൽക്കും. അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കോ? അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്കറിയാവോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ ഞാൻ എന്ത് അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണമെന്ന്? അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം വരും. മനസ്സിലാകുന്നില്ല. അപ്പം ഇവിടുത്തെ കേമത്വം കഷ്ടപ്പാട് ഇവരും അങ്ങോട്ട് കെട്ടിയിടുന്നില്ലേക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിടുന്നുള്ളതിൽ എന്ത് കാണിക്കാനാ? ഒന്നും കാണിക്കാനില്ല. പക്ഷേ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സത്യമുണ്ട്. കിട്ടുന്ന സമയം 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കോൺഫറൻസിൽ ജപമാല ചെല്ലണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 മിനിറ്റേ കിട്ടത്തുള്ളൂ അവർക്ക്, 2 പേർക്കും കിട്ടണ്ടില്ല സമയം. അപ്പം കിട്ടുന്ന സമയത്ത് അവർ ദൈവത്തിന് അതിനകത്ത് കക്ഷി ചേർക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ എപ്പോഴും നമ്മൾ കുടുംബം സെറ്റ് ചെയ്യുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ഒരേ ജോലി അനുസരിച്ചാണ് സെറ്റ് ചെയ്യണത്. ഒരേ ജോലി, PR അല്ലങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണത്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരേ വിശ്വാസമെന്ന് പറയുന്നത്. ഒരേ വിശ്വാസത്തിലാണ് കുടുംബം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം കിട്ടാവും. പക്ഷേ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം. വിശ്വാസം താത്വികവുമായിട്ടും ആശയപരവുമായിട്ട് ഇങ്ങനെ ഒരു ഇരുട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അത് പ്രാക്ടീസിങ് ഫെയ്ത്താണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫെയ്ത്തിനൊരു കുഴപ്പമുള്ളത്, വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത്, വിശ്വാസത്തിൻ്റെ അകത്ത് തന്നെ സംശയമുണ്ട്. ഇൻബിൽട്ടാണ്. വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സാധനമാണ് സംശയം. അപ്പം കണ്ടൻറ്റ് വൈസ് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, സംശയം കൂടിയെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടൻറ്റ് വൈസ് അങ്ങനെ. മുട്ടയുടെ വെള്ളക്കാരും ചുവന്നക്കാരും ഇല്ലേ അല്ലേ? അപ്പോൾ അതുപോലെ ചുവന്നക്കാര് കുറവാണെങ്കിൽ അത്രയും വെള്ളക്കാർ കൂടിയിരിക്കും. അതാണ് എൻ്റെ തീർച്ചയായും. വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം ഇത് രണ്ടും ഒരുമിച്ചാണ് പോണത്. ഇതൊരു ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണിത്. അതായത് നിങ്ങൾക്ക് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കുറഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണം.